Good afternoon. Okay, എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ? യെസ്, എല്ലാവരും കഴിച്ചിട്ടാണ് കയറിയത് അല്ലേ? എന്ത് പറ്റി? കഴിച്ചില്ല എന്നൊക്കെ അഞ്ജലി ഒക്കെ എന്തേ കഴിക്കാൻ സമയം കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നവരെയാവുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അനുശ്രീ കുറച്ച് പേരൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാതെ കയറിയുന്ന ജോബ് പ്ലേസിലാണ് മാം. ഓക്കെ, അഞ്ജലിക്ക് അപ്പൊ എപ്പോഴാ ഫുഡിന്റെ ബ്രേക്ക് എപ്പോഴായിരുന്നു? കഴിച്ചു. പനിയാണ് മിസ്സേ? അതെ, പനിയാണോ? സഹല എന്നാണോ? പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. കുട്ടി പനിയാന്ന് വിചാരിച്ചാൽ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കരുത്. നിങ്ങളെ ചെറുതായിട്ട് എന്തെങ്കിലും ലേറ്റ് ആയിട്ടൊന്നും കഴിക്കാം കേട്ടോ. എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച്. ഓ ഓ ഓ ഓക്കെ, വർക്ക് പെയിന്റിംഗ് ആണ്, അതാണ് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയത്. മാക്സിമം നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ. വിശക്കുന്നില്ലാന്നോ? അതെ, അത് സാരില്ല. പനിയാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. ഒരു കുറച്ചാണെങ്കിലും, ഒരുപാട് കഴിച്ചില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരളവില് പനിയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് നമ്മൾ കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാറില്ലേ, 1-2 സ്പൂണെങ്കിലും കഴിച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനും അത് പ്രശ്നമാണ്. ഞാൻ എല്ലാ ക്ലാസ്സിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉച്ചയ്ക്ക് കയറുമ്പോ നിങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കയറിയിരിക്കണേന്ന്. എല്ലാവരും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ ക്ലാസ്സിൽ കയറണം കേട്ടോ. എന്നാലാണ് നമുക്ക് പഠിക്കാനും ഒരു എനർജി ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയാ, ഓക്കെ നമ്മക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പനിയാന്ന് പറഞ്ഞ കുട്ടിയും ഇടയ്ക്ക് ഇത്തിരി കഴിക്കണം കേട്ടോ. അപ്പൊ നിങ്ങള് ക്ലാസ്സിന്റെ ഇടയിൽ ചിലര് വീഡിയോ കോൾ ആക്കുമ്പോ ഞാൻ കാണാറുണ്ട്, അവിടെ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലര് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ അത് സാധ്യത പനിയായ ആള് പോയി പെട്ടെന്ന് ഇത്തിരി എന്തെങ്കിലും ഫുഡ് കഴിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. കോണ്ടാക്ട് ഫസ്റ്റത്തെ ഏതാ പറഞ്ഞ? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തരാം എനിക്ക്. പേജ് നമ്പർ രമാദേവി, ഇവിടെ മെസ്സേജ് 54. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ടാങ്ക് യു വന്നിട്ടുണ്ട് കേട്ടോ. മറിയ ടാങ്ക് യു ഇട്ട് തന്നിട്ടുണ്ട് പേജ് നമ്പർ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ, രണ്ടാമത്തെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, മൂന്നാമത്തെ എയർബോൺ ട്രാൻസ്മിഷൻ, നാലാമത്തെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, അഞ്ചാമത്തെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? യെസ്. നെക്സ്റ്റ് നോക്കേ, ഇനി പ്രിവെന്റീവ് മെത്തേഡുകളാണ്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല രീതികളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതിനൊക്കെ രീതിയിൽ ഇതിനെ തടയാൻ പറ്റും? അതാണ് പ്രിവെന്റീവ് മെത്തേഡുകളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ട്രാൻസ്മിഷൻ, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് തടയാനുള്ള, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? Okay, controlling nosocomial infection is to implement quality assurance. QA എന്ന് പറഞ്ഞ quality assurance എന്നാണ്. Then QC എന്ന് പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ടു ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്താ? ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ, ആരോഗ്യ മേഖലകളിൽ നമ്മൾ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയവ ഇംപ്ലിമെന്റ് ചെയ്യുക, തുടങ്ങിയ നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം. എന്താണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ക്വാളിറ്റി അഷുറൻസ്, അഷുറൻസ് എന്താ? ഉറപ്പുവരുത്തുക, ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ മെഷേഴ്സ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക.
കൊടുക്കുക. അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ആൻഡ് എവിഡൻസ്, രണ്ടാമത്തെ ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള സമീപനമാണ്. അതായത് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു മേക്ക് ദ ഡിസിഷൻ. അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഡിസിഷൻ, അതിലാണ് തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെന്റ്, അതായത് കറക്റ്റ് എന്താണെന്ന് ഡിസീസുകളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവാം, ഏതൊക്കെ രീതികളുടെ വരാം, അതിന്റെ എവിഡൻസ് എന്താന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. There are following ways to prevent hospital acute infection. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് സാനിറ്റേഷൻ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് അല്ലെ? എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഏതൊരു സിറ്റുവേഷനിലാണ്? കൊറോണ അല്ലെ? കൊറോണ വന്നപ്പോ എല്ലാവരും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടുണ്ട്. കോവിഡ് ആ ടൈമിലാണ് നമുക്ക് കൊറോണ വൈറസ് ഒക്കെ നമ്മൾക്ക് വരാതെ വെക്കായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് സാനിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞത്. അന്നേരമാണ് നമുക്ക് ഇത്രയും ഇത് വന്നത് അല്ലെ? അതിനു മുന്നൊന്നും നമ്മൾ അത്രയ്ക്ക് പേജ് നമ്പർ എത്രയാണ്? 54 കേട്ടോ. അപ്പോഴാണ് നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തേന്ന്. മറ്റത് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. ആ കൊറോണ ടൈമിലാണ് ഈ സാനിറ്റൈസറിനൊക്കെ കൂടുതൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ നോക്കിയേ, സാനിറ്റേഷൻ ഒന്നാമത്തെ പ്രിവെന്റീവ് മെത്തേഡ് എന്താ? ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ആണ്. സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റേഷൻ. Hospital must have a sanitation protocol concerning the uniform, equipment, sterilization, washing and other preventive measures. ഹോസ്പിറ്റലിന് എന്താണ്? തീർച്ചയായിട്ടും ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? യൂണിഫോംസ്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ്, മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഹോസ്പിറ്റലിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്തുമായിട്ടാ? അപ്പൊ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ യൂണിഫോം ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മള് ഏതാണ് നിങ്ങൾക്ക് ചാപ്റ്റർ എടുത്തോ? നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഡയറ്ററി, നമുക്ക് ലോണ്ട്രി, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ആ ഒരു എന്താണ് നമുക്ക് ഈ ഒരു അതിന്റെ ക്ലീനിങ്ങിന്റെ ഹൗസ് കീപ്പിംഗ് അതിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഡ്രസ്സുകള് ഒക്കെ നമുക്ക് വാഷ് ചെയ്ത് അല്ലേ പ്രോപ്പർ ആയിട്ട് തരിക, അല്ലെങ്കിൽ തരുന്നത്. നമുക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, പേഷ്യൻസ് ആണെങ്കിൽ വിടുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ അടുത്ത പേഷ്യന്റിന് കൊടുക്കല്ലോ അല്ലേ? അത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത്. പിന്നെ ഓരോ സർജറിക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സുകള്, അവിടെ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകള്, മറ്റുള്ള ക്ലോത്ത്സുകള്, കർട്ടൻസ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താണ് വാഷ് ചെയ്ത് അത് എന്താണ് നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടാണൊക്കെ നമുക്ക് തരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന് അങ്ങനെ ഒരു എന്തുണ്ട്? ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ട? യൂണിഫോം, പിന്നെ എക്യുപ്മെന്റ്സുകള്, അത് CSST പഠിച്ചില്ലേ? എക്യുപ്മെന്റ്സുകള് നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, പിന്നെ സ്റ്റെറിലൈസേഷൻ, വാഷിങ്, മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. Thorough hand washing and use of alcoholic rubs by all medical personnel before and after each patient contact is one of the most effective way of fight nosocomial infection. ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ
ആയിട്ടുള്ള ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്ന ഹാൻഡ് വാഷിംഗ് അല്ലെ. കൈകൾ നമ്മൾ നന്നായിട്ട് കഴുകുക, ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക. നമ്മൾ കൊറോണ ടൈമിൽ നമ്മൾ ചെയ്തതല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൾ വാഷ് ചെയ്യുക. ഹാൻഡ് വാഷിംഗ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത്. അതായത് ഏതാണ് ഈ സാനിറ്റൈസർ, അതിലൊക്കെ ആൽക്കഹോളിക് കണ്ടന്റ് ഇല്ലേ, സാനിറ്റൈസർ ഒക്കെ കത്ത് പിടിക്കുന്നതൊക്കെയാണ്. അങ്ങനെയുള്ളത് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫാണ് കേട്ടോ, സ്റ്റാഫാണ്. എല്ലാ മെഡിക്കൽ പേഴ്സണൽസും എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്, എല്ലാ സ്റ്റാഫുകളും പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും ഒക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണ് അല്ലെ. എപ്പോഴും നമ്മൾ സാനിറ്റൈസ് ചെയ്യാറില്ലേ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴാണെങ്കിലും അത് അവിടെ സാനിറ്റൈസർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടർ സാനിറ്റൈസർ വെച്ച് കൈ ഇതാക്കും അല്ലേ. അടുത്ത പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോ പേഷ്യന്റിനെ നോക്കുന്നതിന് മുന്നും അല്ലെങ്കിൽ ശേഷവും മെഡിക്കൽ പേഴ്സണൽസ് എല്ലാം ഒന്നില്ലെങ്കിൽ കൈകൾ കഴുകുക, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് ഉപയോഗിക്കുക. ഇത് നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. രണ്ട് കാര്യങ്ങൾ, ഒന്നില്ലെങ്കിൽ തറോ ഹാൻഡ് വാഷിംഗ്, അല്ലെങ്കിൽ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ഇനി സാനിറ്റൈസിങ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ടു റെഡ്യൂസ് ലെസൺ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് കേട്ടോ. റെഡ്യൂസ്ന്നോ ലെസൺന്നോ മതി. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന രണ്ടും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്തതായിരിക്കും. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ലെസൺ എന്ന് പറഞ്ഞാലും കുറയ്ക്കുക. ഈ സാനിറ്റൈസിങ് സർഫസ്, ഒരു സാനിറ്റൈസ് ചെയ്ത സർഫസ് എന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അതായത് നമ്മൾ സാനിറ്റൈസ് ചെയ്യാറില്ലേ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ സാനിറ്റൈസ് ചെയ്യും, സാനിറ്റൈസർ ഉപയോഗിക്കും അല്ലെ. സാനിറ്റേഷൻ എന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം തന്നെയാണ്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ, നമുക്കൊരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും പേഷ്യന്റ് cannot be completely isolated from communicable agents. അപ്പൊ ഹോസ്പിറ്റലിൽ ഇത്രയും നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും പൂർണ്ണമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോഴും ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അത്രയും ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും പേഷ്യൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഏജൻസിൽ നിന്ന്, മൈക്രോബ്സിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് മാറ്റി നിർത്താനായിട്ട് പറ്റിയിട്ടില്ല. Moreover, the patient are often advised to make നോട്ട് ചെയ്യാൻ പറഞ്ഞതേ രണ്ടാമത്തെ സെന്റൻസ് കേട്ടോ. ഐഷയുടെ നെറ്റ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസിയ നിസാദ രണ്ടാമത്തെ സെന്റൻസ് കേട്ടോ, തറോ ഹാൻഡ് വാഷിംഗ് എന്നുള്ളത്. ആ ഒരു സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ടു ഫൈറ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരെ. ഇനി moreover, the patient are often advised to make antibiotics. പിന്നെ അത് കൂടാതെ ആന്റിബയോട്ടിക്സ് കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട് അല്ലേ. പേഷ്യൻസ് നമുക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്സ് ഇപ്പൊ ഒരു 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കുക. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിക്കാനായിട്ട് പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതർ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ടു ഹെൽപ് ടു ട്രീറ്റ് ഇൽനെസ്. രോഗത്തിന്റെ ഭാഗമായിട്ട്, അതായത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുന്നത് എന്താണ്? ദിസ് മേ enlarge the selection pressure for the emergence of resistant pain. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നമുക്ക് ഈ രോഗാണുക്കൾക്ക് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി, അതാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും.
ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ആന്റിബയോട്ടിക്സും ഉപയോഗിക്കാൻ പേഷ്യൻസിനോട് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, അവർക്കുടെ റെസിസ്റ്റൻസ് പവർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞ ആ സെന്റൻസ് ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, രണ്ടാമത്തേതാണ് സ്റ്റെറിലൈസേഷൻ. അത് നിങ്ങൾ CSSD പഠിച്ചതാണ്. സ്റ്റെറിലൈസേഷൻ, അതിന്റെ സ്റ്റെപ്സുകൾ ഒക്കെ പഠിച്ചതാണ് അല്ലെ. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ ആ എക്യുപ്മെന്റ്സ്, ഇപ്പൊ ഒരു സർജറി അത് ചെയ്ത് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് തന്നെ വേറെ പേഷ്യന്റ് ഉപയോഗിച്ച് സർജറി എന്തെങ്കിലും നടത്തുവാണെങ്കിൽ ആ എക്യുപ്മെന്റ്സിൽ കൂടെ എന്ത് പറ്റാം, നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അപ്പൊ എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം അല്ലെ. അതിന് നമ്മൾ പല ഓട്ടോക്ലേവ് ഒക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മള് സ്റ്റെറിലൈസ് ചെയ്യാൻ 121 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ, അതായത് നോർമൽ വാട്ടർ ബോയിൽ ചെയ്യണത് 100 ഡിഗ്രി ആണെന്നറിയാം, അതിനേക്കാൾ കൂടുതലില്ല. അപ്പൊ ഒരു ഇൻഫെക്ഷന്റെ സാധ്യതകൾ ഉണ്ടാവില്ല. അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് പിന്നെ എല്ലാം ഇത് ജെൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റഡ് ആയിരിക്കും അതൊക്കെ. Okay, sterilization goes further than just sanitizing. അപ്പൊ ഏതായിരിക്കും ബെറ്റർ, ഏതാ ബെറ്റർ, സ്റ്റെറിലൈസേഷൻ ആണോ സാനിറ്റേഷൻ ആണോ ഏറ്റവും ബെറ്റർ? ഇപ്പൊ ഒരു എക്യുപ്മെന്റ് നമ്മൾ എടുത്തു, അത് വെറുതെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നതാണോ, ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതാണോ? സ്റ്റെറിലൈസേഷൻ തന്നെയാ, അതാ പറഞ്ഞേക്കണേ. അതായത് സാനിറ്റേഷനും അപ്പുറമാണ് ഏത്, സ്റ്റെറിലൈസേഷൻ. അതായത് ഏറ്റവും ബെറ്റർ ഏതാണ്, സ്റ്റെറിലൈസേഷൻ തന്നെയാ. കുറച്ചും കൂടി നമുക്ക് വിശ്വസനീയമായിട്ടുള്ളതും കുറച്ചും കൂടി നമുക്ക് മൈക്രോബ്സിനെയൊക്കെ ഡീകേ ചെയ്യാൻ പറ്റുന്നതും ഏതാ, സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസസ് ത്രൂ എക്സ്പോഷർ ടു. അത് ഏത് രീതിയിൽ, പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് കെമിക്കൽസ് വഴിയാകാം, അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ വഴിയാകാം, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് വഴിയാകാം, ഓർ സ്റ്റീം, അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആകാം. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോബ്സിനെയൊക്കെ എക്യുപ്മെന്റ്സിനുള്ള ഉള്ളിലുള്ള അല്ലെങ്കിൽ സർഫസിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നു. അവിടെ പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ്. കെമിക്കൽസ് വഴിയാകാം, അയണൈസിങ് റേഡിയേഷൻ വഴിയാകാം, ഡ്രൈ ഹീറ്റ് വഴിയാകാം, ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഏതാണ് ബെറ്റർ, സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും സ്റ്റെറിലൈസേഷൻ ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള മൈക്രോബ്സിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും. ഓക്കെ, അതാണ് അത്. പേജ് നമ്പർ എത്രയാണ്, 54 റീന. അപ്പൊ എല്ലാ 55 ഓക്കെ 55 അതായത് എല്ലാ തരത്തിലുള്ള മൈക്രോബ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും ഏത്, സ്റ്റെറിലൈസേഷൻ. അപ്പൊ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ് ഇത്, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ ദ എക്യുപ്മെന്റ്സിലുള്ള എല്ലാ മൈക്രോബ്സിനെയും ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും സ്റ്റെറിലൈസേഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേഷൻ എന്താ, ഒറ്റപ്പെട്ട് നിർത്തുക, മാറ്റി നിർത്തുക. പിന്നെ ആദ്യം ആ കോവിഡിന്റെ ഒക്കെ ആദ്യ ടൈമില് കൊറോണ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തിയില്ലേ നമ്മളീന്നൊക്കെ. ഒരു വീട്ടിലൊരാൾക്ക് കൊറോണ വന്നു, അയാളെ എന്താ പറയാ, അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി. നമ്മൾ ആരുമായിട്ടും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ അല്ലെ, അത്രയും ശ്രദ്ധിച്ചാണ് നമ്മൾ. ഫുഡ് മാത്രം ജസ്റ്റ് അവർക്ക് കൊടുക്കും, അല്ലാതെ അവരുമായിട്ട് ഒരു ഒരു പ്രത്യേക റൂമില് അല്ലെ അവരെ മാറ്റി നിർത്താണ്. ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെട്ട് നിർത്തുക. അതും എന്താണ്, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത്. പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക, ഒറ്റപ്പെട്ട് നിർത്തുക. ഐസൊലേഷൻ is the application of isolating precaution designed to prevent. ആ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, അങ്ങനെ ഒരു വേർഡ് അവിടെ ഇല്ലേന്ന്. Designed
to prevent തടയുക ഉണ്ട് to prevent transmit microbes by common routes in hospital. അപ്പൊ ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏത് ഐസൊലേഷൻ. അപ്പൊ ഹോസ്പിറ്റലിലെ സാധാരണ രീതികളിലൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യൂലേ, ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. നോക്കി അവിടെ ബിക്കോസ് ദ ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഏജൻസ് അതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഓർ ഇന്ററപ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഈസ് ഡയറക്ട്ലി മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ, അതായത് നമുക്ക് ഏജൻസും മൈക്രോബ്സും ഹോസ്റ്റ് ഫാക്ടേഴ്സും ഒക്കെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ, ഈ മൈക്രോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഏതാണ് ട്രാൻസ്മിഷൻ വഴിയാണ്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവട്ടോ ഒന്നോടെ. അതായത് ഇവിടെ പറഞ്ഞ ഏജൻസും ഹോസ്റ്റ് ഫാക്ടറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ, ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞതിന്റെ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെയാ, മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷനിലൂടെയാണ് തടസ്സപ്പെടുത്തുന്നത്. അതെങ്ങനെയാന്നൊക്കെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ അവിടെ? എക്സാമ്പിൾ ഞാൻ പറയാം, ടെക്സ്റ്റിലുണ്ടോ അവിടെ? യെസ് ഉണ്ട്. എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് കേസസ് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ ഉള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കൂലേ, പ്രത്യേക മുറിയിൽ താമസിക്കൂലേ. അപ്പൊ അതെന്താ, നമുക്ക് ഇൻഫെക്ഷൻ പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴി ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അയാൾ ഒറ്റപ്പെട്ട് നിർത്തി കഴിഞ്ഞാൽ എന്താ, വേറെ ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതെ ഒരു റൂമിന്, പ്രത്യേക റൂമിൽ താമസിപ്പിച്ചു കഴിഞ്ഞാല് എന്താണ്, അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും പകരില്ല നമുക്ക് അവിടെ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ കേസസ് അങ്ങനെയുള്ള പേഷ്യൻസിനെ പ്രത്യേകമായിട്ടുള്ള ഈ ഐസൊലേറ്റഡ് റൂംസ് ഉണ്ട്, അതില് മാറ്റി താമസിപ്പിക്കുക. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അവിടെ. Is the application of isolating precaution designed to prevent transmission of microbes by common routes in hospital. ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം അവിടെ അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ അടുത്തതാണ് ഹാൻഡ് വാഷിംഗ്. എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ, ഹാൻഡ് വാഷിംഗ്. എങ്ങനെയാ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണേ? നമ്മൾ ഇതും കോവിഡ് ടൈമില് നമുക്ക് ടിവിയിലൊക്കെ കാണിക്കാറില്ലേ, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പ്രത്യേക ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആശാ വർക്കറോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് 6 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് പഠിക്കാനാണ് കേട്ടോ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഹാൻഡ് വാഷിംഗ് പഠിക്കാണ്ട്. അത് നമുക്ക് ചെയ്യാം, അത് ഞാൻ ക്ലാസ്സിൽ ചെയ്യിക്കാറുണ്ട്. ആ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ലാസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകൾ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ വെറുതെ കൈ ഒരു ടാപ്പില് വെള്ളം ടാപ്പില് അത് വെറുതെ കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോയാൽ മതിയോ? അതൊരു ഹാൻഡ് വാഷിംഗ് ആവോ പ്രോപ്പർ ആയിട്ടുള്ളത്? നമ്മുടെ ടിവിയിലൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ കാണിക്കാറുണ്ട് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെ, പല രീതികളിൽ കൈ കഴുകുന്നതും ഒക്കെ കാണിക്കാറില്ലേ? കാണിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ്. ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കിയേ നിങ്ങള്. പല സ്റ്റെപ്പുകൾ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഒന്ന് നോക്കി ആ പേജ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കി പെട്ടെന്ന്. കണ്ടോ? ലാസ്റ്റ് കണ്ടോ? ചാപ്റ്ററിന്റെ ലാസ്റ്റ് സ്റ്റെപ്സുകൾ അവിടെ കൊടുത്തേക്കണുണ്ടോ? യെസ്, അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, frequently is called the single most prime measures to lessen the risk of transmitting skin microbes from one person to another, from one site to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഈ സ്കിൻ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ റിസ്ക് അത് കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഇത് ഹാൻഡ് വാഷിംഗ് അല്ലെ. ഇപ്പൊ നമ്മൾ നന്നായിട്ട് കൈ കഴുകി, ഇപ്പൊ ഒരാൾ നമ്മൾ അറിയാതെ നമ്മൾ ടച്ച് ചെയ്തു, അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ വേഗം തന്നെ കൈ കഴുകുവാണെങ്കിൽ പിന്നെ നമ്മളിലേക്ക് വരുമല്ലോ,
ഒരാളുമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്തു, നമ്മൾ ചിലപ്പോ കൈയൊന്നും കഴുകാതെ ആ കൈ ഉപയോഗിച്ച് മൂക്കും ആകെ എങ്ങനെയൊക്കെ നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ മൈക്രോബ്സ് കൈകളിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് കയറും അല്ലെ, കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അന്നും നമ്മൾ ചെയ്തതാണ്, അതായത് കോവിഡ് വന്നപ്പോഴും നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ തൊട്ട് കഴിയുമ്പോ അല്ലെ ഒന്നിരി ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ നമ്മൾ അവിടെ സാനിറ്റൈസർ രണ്ടുമല്ല ചെയ്തത്. നമ്മുടെ കൈകളിലൂടെയല്ലേ കൂടുതൽ വരുന്നേ. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സൂക്ഷ്മാണുക്കളുള്ള മൈക്രോബ്സ് ഉള്ള എവിടെയെങ്കിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ അതിൽ കൂടെ നമുക്ക് കോണ്ടാക്ട് വഴിയാണ് മെയിൻ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിനെ നമ്മൾ തടയാനുള്ള ഒരു മാർഗമാണ് ഏതെന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് തന്നെയാണ്. അതിന് ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക, നമ്മൾ രണ്ടും പറയണ്ട. ഓക്കെ, ഇനി വാഷിംഗ് ഹാൻഡ്സ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ. ഇനി വെറുതെ ടാപ്പിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെറുതെ ഒന്ന് കൈ കാണിച്ച് അപ്പൊ തന്നെ കൈ എടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. എങ്ങനെ വേണം തറോ ഹാൻഡ് വാഷിംഗ്. അതിന് പ്രത്യേക സ്റ്റെപ്പുകളുണ്ട്, പല രീതികളുണ്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണേണ്ടത്. ഹാൻഡ് വാഷിങ്ങിന് പല സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിറ്റ്വീൻ ദ പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, excretion and equipment articles contaminated by them is the prime factor of infection control and isolation precautions. അപ്പൊ ഇങ്ങനെയൊക്കെ ആകാം, നമ്മൾ ബ്ലഡോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ എന്തെങ്കിലും ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടോ അവരുടെ എക്സ്ക്രീഷൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിൽ കൂടെയോ അങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതെന്താണ് നമുക്ക് അതിനെയൊക്കെ നമുക്ക് അങ്ങനെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു പ്രിക്കോഷന്റെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഘടകമാണ്. ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻസ്. ഇത് ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തിന്റെ? പ്രിക്കോഷന്റെയും ഐസൊലേഷൻ പ്രിക്കോഷന്റെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. ഉണ്ടോ? PPE കിറ്റ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ അല്ലെ. ഹെൽത്ത് കെയറിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ പേഷ്യൻസിനെ പിടിക്കുമ്പോ എന്താ വെറുതെ പോയി ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കോവിഡ് ടൈമിലൊക്കെ കണ്ടതാണ്, ഫുള്ള് PPE കിറ്റ് ഇട്ടിട്ടൊക്കെയാണ് എടുക്കുന്നത്, ഡയറക്റ്റ് കോണ്ടാക്ട് വരാതെ. അപ്പൊ അടുത്തത് നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? PPE ധരിക്കുക. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, എക്സാമിന് ചോദിക്കാം. എക്സ്പാൻഡ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ്. ഏതൊക്കെയാണ് PPEയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കിയേ. ഏതൊക്കെയാണ് PPEയിൽ വരുന്നതെന്നുള്ളത്? PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ് ഗ്ലൗസ്, then gown, mask and eyewear. eyewear എന്ന് പറഞ്ഞാൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കണ്ണടകള് PPE കിറ്റിൽ ഉണ്ടാവുമല്ലോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്സ്. ബ്ലോക്കേഡ്സ് എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാക്കാൻ. അതെ, അഞ്ജലി ഇത് കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. PPE കിറ്റ് അഞ്ജലി ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് അഞ്ജലി ഹെൽത്ത് ആ ഒരു ഇതിനകത്താണ് വർക്ക് ചെയ്യുന്നത്, അതോ കോവിഡ് വന്നിട്ട് ഇട്ടതാണോ? എങ്ങനെയാ ഹെൽത്ത് ആ ഒരു ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് വന്നിട്ടുള്ള പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യേണ്ട സമയം അങ്ങനെയാണോ? ഏതൊരു സിറ്റുവേഷനിലാണ് PPE കിറ്റ് ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ, അതാ ചോദിച്ചത്. കോവിഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. കുറച്ചു പേരൊക്കെ ഇട്ടിട്ടുണ്ട് കിറ്റ്, ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ചു പേരൊക്കെ മെസ്സേജ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പൊ നമ്മൾ ആ ടൈമിലൊക്കെ ഇപ്പോ എന്റെ അമ്മയുടെ ചേച്ചി ആ കോവിഡ് ടൈമിലാണ് മരിച്ചത്.
കുറച്ച് വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് കോവിഡ് വന്നത്. അപ്പൊ കോവിഡ് ആ ഒരു ആദ്യത്തെ ഒരു ആ ടൈമിലൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിയായിരുന്നു അല്ലെ, ആ ഒരു സമയത്തൊക്കെ. പിന്നെ അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നതോടുകൂടി പിന്നെ അധികം പ്രശ്നമില്ല. ആളുകളാണെങ്കിലും നമുക്കത് എന്താ പറയാ, നമുക്ക് വലിയ ഇതില്ലാത്ത രീതിയിൽ അങ്ങ് പോയായിരുന്നു. അപ്പൊ ആദ്യത്തെ ടൈമിൽ എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മളെ ഒന്നും കേട്ടില്ലായിരുന്നു, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയായിരുന്നു. അപ്പൊ ഉള്ളി ആ വല്യമ്മയുടെ മോള് മാത്രമാണ് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ പറയാ, ചേച്ചീനെ ഇതുപോലെ വല്യമ്മയ്ക്ക് ലാസ്റ്റ് സ്റ്റേജിൽ അപ്പൊ കോവിഡും കൂടി വന്നു, കൊറോണയാന്ന് അത് ഇതാക്കി കഴിഞ്ഞപ്പോ ചേച്ചിന് മാത്രം ജസ്റ്റ് എന്തെങ്കിലും നമുക്കൊന്ന് കാണണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനൊക്കെ. അപ്പൊ ചേച്ചിനകത്ത് ഏറ്റിയപ്പോ അവര് PPE കൊടുത്ത് PPE ഇട്ടിട്ട് ചേച്ചി മാത്രമേ അകത്തേക്ക് അവരെ കയറ്റുള്ളൂ. ആ ഒരു ടൈമില് ആദ്യത്തെ സ്റ്റേജ് ഒക്കെ അങ്ങനെയല്ലായിരുന്നു അല്ലെ. ആദ്യം ആ സമയത്തൊക്കെ കൊറോണ ഇതൊക്കെ ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബോഡി ഒന്നും നമ്മളെ കാണിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യം ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യും. എത്ര ഇതൊക്കെയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അത്രയും ക്രിട്ടിക്കലായിരുന്നു ആദ്യം. പിന്നെ കുറെ നമുക്ക് പേടിയുണ്ടായിരുന്നില്ല ആ ഒരു സമയത്തൊക്കെ. എന്നിട്ട് പിന്നെ കുറെയൊക്കെ കഴിഞ്ഞ് കുറെ കേട്ടിട്ട് ആൾക്കാർക്ക് പേടിയില്ല. പിന്നെ മാസ്ക് വരെ ധരിക്കാതെ ആയി അല്ലേ, എന്ത് എന്നുള്ള രീതിയിൽ. സാധാരണ ഇനിയിപ്പോ നമ്മൾ അറിയാതെയൊക്കെ നമ്മൾക്കൊക്കെ വന്ന് പോയിട്ടുണ്ടോ ഒന്നും കൂടി അതന്നെ വന്നിട്ടില്ല. ബട്ട് ആ കാലം വല്ലാത്ത സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ, പ്രത്യക്ഷത്തിന് വന്നിട്ടില്ല. ഇനി അറിയാതെ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക്. പിന്നെ ലാസ്റ്റൊക്കെ ഇപ്പൊ ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല അല്ലെ. എത്ര നാള് നമ്മള് റിലേറ്റീവ്സിനെ പോലും കാണാൻ സമ്മതിക്കില്ല. അതും ഈ എന്താ പറയാ, എന്റെ ചിറ്റയുടെ ഹസ്ബൻഡിന് ഇതുപോലെ കോവിഡ് ആ ഒരു ആദ്യത്തെ സ്റ്റേജ് ഭയങ്കര ഭീകരായിരുന്നു. അപ്പൊ ഇങ്ങനെ കോവിഡ് ആന്ന് ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയല്ലേ. അതായത് കോവിഡ് എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര, പിന്നെയല്ലേ അതിന്റെ തീവ്രതയൊക്കെ കുറഞ്ഞത്. അപ്പൊ ആ സമയത്തും അതെ. അപ്പൊ അതെല്ലാം ഞങ്ങളപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഒരു വീട്ടില് കോവിഡ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇറങ്ങാൻ പറ്റില്ല, പേഷ്യന്റിനും ഇതല്ലേ. വേറെ നമുക്ക് ഇത്രയും ലോക്ക്ഡൌൺ പോലെ നമ്മൾ ഇരിക്കണമെന്നാണല്ലോ ആ ഒരു സ്റ്റേജിൽ, അങ്ങനെയല്ലേ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പിന്നെ അത് അങ്ങനെ. പിന്നെ എന്റെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും വന്നതാ. അപ്പോ ഞാനാണെങ്കിലും നമുക്ക് സങ്കടം വരെ ശരിക്കും. നമുക്ക് കാണാനോ അടുത്ത് ചെല്ലാനോ, വേറെ ഏതെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ പോയി, അച്ഛനും അമ്മയും തന്നെയുള്ളൂ, വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പുറത്തൊന്നും മേടിക്കാനൊന്നും പോകാൻ പറ്റുമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഒരു ഇതാണ് കോവിഡ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരുമില്ല അല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയി ഫുഡൊക്കെ സാധനങ്ങൾ, അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ നമ്മുടെ അമ്മ സമ്മതിച്ചില്ല. എനിക്ക് പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേരളം എന്ന്, പക്ഷെ അമ്മ ഒട്ടും സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറയിട്ട് വെച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കൊടുത്തിട്ട് ആരെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കുവാൻ ദേഷ്യം. ഓക്കെ കമന്റ് ഇടുന്നു അവിടെ. അപ്പൊ ഞാൻ പറയാം, ജസ്റ്റ് അവിടെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഇറയിട്ട് വെച്ച് കൊടുത്തിട്ട് വീട്ടിൽ പോലും കയറാതെ ഇങ്ങ് പോന്നു എന്നാ പറഞ്ഞേ. അത്രയും ഒരു ഇതായിരുന്നു അല്ലെ ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇതായതുകൊണ്ട് നമ്മൾ മിക്ക ആളുകളും എന്താണ് ആ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE എന്ന് പറഞ്ഞ് ധരിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് പേഷ്യൻസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നവരും ഇത് ധരിച്ചിട്ടുണ്ടാവുക അല്ലെ. നമ്മളെന്തോ ബഹിരാകാശത്ത് പോകുമ്പോ ഉള്ള ഇതുപോലെ ആകെ അല്ലെ, മൊത്തത്തിൽ മൂടി പൊതിച്ച് 2 കണ്ണുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ ഒരു ഇതായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ആ PPEയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. കൺസിസ്റ്റ് ഓഫ് ദ ഐറ്റംസ് സച്ച് ആസ് ഏതൊക്കെയാണ്? ഗ്ലൗസ്, ഗൗണ്, മാസ്ക്, ഐ വെയർ യൂസ്ഡ് ടു മേക്ക് ബോട്ടിൽനെക്സ് ബ്ലോക്കേഡ്സ്. ബ്ലോക്കേഡ്സ് എന്നാണ് കേട്ടോ, അതായത് തടസ്സം. ബ്ലോക്കേഡ്സ് തടസ്സം ഉണ്ടാവാൻ, അതായത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ക്ലോത്തിങ്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശ്ലേഷ്മപാളി, പ്രൊട്ടക്റ്റീവ് എപ്പിത്തീലിയൽ ലെയർ ആണ്.
mucous membrane and respiratory tract from infectious agents. Respiratory ശ്വസന നാളം അതിലേക്ക് ഇൻഫെക്ഷ്യസ് ഏജൻസിൽ നിന്നൊക്കെ വരാതെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് PPE ധരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. PPE consists of items such as gloves, gown, mask, eye wear. അത് 4 കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തു. ഇനി അടുത്തതാണ് ഗ്ലൗസ്. അതിന്റെ ഒരു ചെറുതായിട്ട് അടുത്തതെന്നല്ല പോയിന്റ് അവിടെ തന്നെ കൊടുത്തേക്കാണ് ഗ്ലൗസ്. ഗ്ലൗസും ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. PPEയുടെ വരുന്നതാണ് ഗ്ലൗസ്. ശരിക്കും ആ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ലേ? ഗ്ലൗസും എന്താണ് ഇതുപോലെ നമ്മൾ കോണ്ടാക്ട് നേരിട്ട് ആ ഒരു ഇതിനകത്ത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കാനാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പിടിക്കാൻ ഗ്ലൗസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളിലേക്ക് വരിക. അത് കഴിഞ്ഞാൽ ഗ്ലൗസ് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ മതിയല്ലോ. Besides hand washing, gloves play a pivotal role in possibilities of reducing. അവിടെ ഇല്ലേ നോക്കിയേ, reducing transmission of microbes. Possibilities of ഇല്ല എന്നാണ് അവിടെ എഴുതിയെന്ന് വെച്ചേ. അവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്. Besides hand washing, gloves play a pivotal എന്ന് പറഞ്ഞാൽ important role in possibilities of in the reducing transmission of microbes. Microbes ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയാൻ reducing transmission of microbes. ഗ്ലൗസും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് ഗ്ലൗസും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് അവിടെ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിംഗ് എന്നാണ് എഴുതിയാൽ മതി കേട്ടോ. സാധ്യതകള് പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് കുറയ്ക്കല്ലേ. ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനുള്ള സാധ്യത ഏതിനാ? ഗ്ലൗസ് ചെയ്യുന്നുണ്ട്. ഗ്ലൗസിന്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യാനല്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ, കുറയ്ക്കാൻ. റെഡ്യൂസിങ് ആ ഒരു വേർഡ് അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അടുത്തതാണ് 6ാമത്തെ അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി ഇത് അഡീഷണൽ, ഇത് കൂടാതെ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? ആദ്യം ഏതാ പറഞ്ഞത്? സാനിറ്റേഷൻ. രണ്ടാമത്തെ പ്രിമിറ്റീവ് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ. മൂന്നാമത്തെ ഐസൊലേഷൻ. നാലാമത്തെയാണ് ഹാൻഡ് വാഷിംഗ്. അഞ്ചാമത്തെ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഇനി ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് എയറിൽ കൂടെ വരുന്ന എയർബോൺ പ്രിക്കോഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഡ്രോപ്ലെറ്റിൽ കൂടെ വരുന്ന ഇൻഫെക്ഷനെ തടയാനുള്ള മാർഗങ്ങൾ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ഉണ്ട്. കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് നോക്കിക്കോട്ടോ. അഡീഷണൽ പ്രിക്കോഷൻസ്. ഒന്നാമത്തെ എന്താണ്? എയർബോൺ പ്രിക്കോഷൻസ് ആണ്. അതായത് വായുവിലൂടെ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ, രോഗങ്ങൾ തടയാനുള്ള കാര്യങ്ങൾ. പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകരുതല് അല്ലെങ്കിൽ അതിനെ തടയാനുള്ള കാര്യങ്ങൾ കേട്ടോ. എയർബോൺ പ്രിക്കോഷൻസ്. ഇൻഡിവിജ്വൽ, അപ്പൊ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. നല്ല വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആ വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു റൂം കൊടുക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരുമായിട്ട് കോണ്ടാക്ട് വരില്ലല്ലോ അല്ലെ. അതാണ് ഒന്നാമത്. എയർബോൺ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാം. അപ്പൊ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. എങ്ങനെ വേണം? വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഒരു വെന്റിലേഷനും ഇല്ലാതെ ഒരു അടച്ച മുറിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോ എയർ കിട്ടാതെ മരിച്ചു പോകും അവിടെ കിടക്കും. വെന്റിലേഷൻ ഇല്ലെങ്കിൽ എന്തുകൂടി വേണം? അതുകൂടി നോക്കണം കേട്ടോ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. പിന്നെ അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ദിസ് കൺസിസ്റ്റ് ഓഫ് എയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എങ്ങനെയായിരിക്കണം അത്? ഇപ്പോ നമ്മള് ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് പ്രഷറാണ്. പിന്നെ ഡോർ ക്ലോസ്ഡ്. ഡോർസ് ഒക്കെ നമ്മൾ എപ്പോഴും അടച്ചിട്ട് അതായത് തുറന്നിടരുത്. അത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഒരു അവർക്ക് വേണ്ടി മാത്രം ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അപ്പൊ ആരുമായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ.
പിന്നെ അടുത്തത് എന്താ, എയറിൽ കൂടിയാണ്. അപ്പൊ നോക്കിയേ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അപ്പോ ആ സ്റ്റാഫുകൾ റൂമിൽ പ്രവേശിക്കുന്നതിന് മുന്നേ എന്ത് ധരിക്കണം എന്നാ പറഞ്ഞേക്കണേ, ഹൈ എഫിഷ്യൻസി മാസ്ക്. രണ്ടാമത്തെ കാര്യം ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. രണ്ടാമത് എന്താണ്, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹൈ എഫിഷ്യൻസി മാസ്കുകൾ കൊടുക്കാം. നമ്മൾ മാസ്ക് വെച്ചോണ്ടൊക്കെ നടന്നു പോകാനില്ലേ മാസ്കുകള്. ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ സ്റ്റാഫ് എപ്പോഴാ, ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് ഹൈ എഫിഷ്യൻസി മാസ്ക് ധരിക്കാം. അടുത്ത് നോക്കിയാൽ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യൻസിനെ എങ്ങനെയാ, പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അതായത് ഒരുപാട് N95 മാസ്ക്, N95 അതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. പിന്നെ സർജിക്കൽ മാസ്കുകൾ ഉണ്ട്, സാധാരണ ഗോസ് മാസ്കുകൾ, നമ്മൾ തുണിയുടെ മാസ്കുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ N95 തന്നെയാണ്. കുറച്ചും കൂടി നമുക്ക് സെക്യൂർ ആണ്, സുരക്ഷ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ അടുത്തത് എന്താണ്, രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്യാം, ഹൈ എഫിഷ്യൻസി മാസ്ക്. ആ പോയിന്റ് നോക്കണം കേട്ടോ. പിന്നെ എന്താണ്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യൻസിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അതായത് ഒരുപാട് അവരെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടത്താതെയൊക്കെ അവരെ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ എന്താ, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ നോക്കിയ മൂന്ന് കാര്യങ്ങളും. ഇൻഡിവിജ്വൽ റൂം കൊടുക്കണം, ഹൈ എഫിഷ്യൻസി മാസ്ക് ധരിക്കണം, പിന്നെ പേഷ്യൻസിനെ ഒരു പരിമിതമായിട്ടുള്ള മുറിയില് താമസിപ്പിക്കണം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഞാൻ ചോദിച്ചപ്പോ തന്നെ തമ്പ് വന്നു കേട്ടോ ഇവിടെ. അപ്പൊ ഓക്കെ, നിങ്ങൾ ക്ലിയർ ചെയ്ത് പോണ്ട്. ഓക്കെ, രണ്ടാമത്തെയാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ. ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ വായു തുള്ളികള്. നമ്മൾ പറഞ്ഞില്ലേ, ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ചുമക്കുകയാണെങ്കിൽ ആ ഡ്രോപ്സ് കുറച്ച് തുപ്പലൊക്കെ തെറിക്കുമല്ലോ അല്ലെ, ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോ ആ ഡ്രോപ്ലെറ്റ്സ് എയറിലേക്ക് വരും. ആ എയർ മറ്റുള്ള ആളുകൾ ശ്വസിക്കുമ്പോഴും അവരിലേക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഈ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസിന് എന്താ, ആദ്യ പോയിന്റ് പറഞ്ഞത് തന്നെയാണ്, സെപ്പറേറ്റ് റൂം കൊടുക്കാം പേഷ്യൻസിന്. ഓക്കെ, സെപ്പറേറ്റ് റൂം ഫോർ പേഷ്യന്റ് ഇഫ് അവൈലബിൾ ആണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. രണ്ടാമത്തെ എന്താ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്. സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ധരിക്കാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെയ്ത മാസ്കുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആദ്യം, ഈ ഈ N95 കാര്യം പറഞ്ഞില്ലേ, അത് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകള്. സർജിക്കൽ മാസ്കുകളും ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതൊക്കെ പറഞ്ഞ സ്റ്റാൻഡേർഡ് മാസ്ക് ആണ്, ഒരു ഇൻഫെക്ഷൻ പോലും വരില്ല. അതേ രീതിയിലുള്ള ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഉണ്ടോ നോക്കിയ ടെക്സ്റ്റിൽ അതിന്റെ ബാലൻസ്, ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഓക്കെ, ഹെൽത്ത് കെയർ ഉണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സ്റ്റാൻഡേർഡ് സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ കൊടുക്കാം. സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോബ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കേട്ടോ. ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാൽ നെയ്തെടുത്ത മാസ്കുകൾ അങ്ങനെ. ഇനി അടുത്ത് നോക്കിയേ, പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾ. പറഞ്ഞ പോയിന്റ്സ് തന്നെ അവിടെ വരുന്നത്. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം. പേഷ്യൻസ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ലീവ് ദ റൂം. ഇനി അവര് അഥവാ റൂം വിട്ട് പോകുകയാണെങ്കിൽ എന്ത് പറയണം അവരോട്, മാസ്ക് ധരിക്കണം. സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് ധരിക്കാൻ പറയണം വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം. ആ റൂമിൽ നിന്ന് പോകുമ്പോൾ. അടുത്തത് മൂന്നാമത്തെയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇനി കോണ്ടാക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കിയേ. കോണ്ടാക്റ്റിൽ കൂടിയാണ്. ആദ്യത്തെ പോയിന്റ് സെയിം ആണ്, അതായത് സെപ്പറേറ്റ് റൂം കൊടുക്കാം. പേഷ്യൻസിന് അവൈലബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ അടുത്ത് എന്താണ്, സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്റ്റാഫിനോട് ഗ്ലൗസ് ധരിക്കാൻ പറയണം, ധരിക്കണം. പിന്നെ സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ. പിന്നെ എന്താ, ഗൗൺ ധരിക്കണം. during patient contact or contact with the contaminated surface or material. Contact surface contaminated ആയിട്ടുള്ള സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ പേഷ്യൻസിനോട് എന്ത് പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴോ ഒക്കെ സ്റ്റാഫുകളോട് ഗൗൺ ധരിക്കാൻ പറയണം. ഓവർകോട്ട് പോലെ ഇല്ലേ നമ്മുടെ ഡ്രസ്സിന്റെ മുകളിലിടുന്ന ഗൗണ് ധരിക്കാൻ പറയണം, ഗ്ലൗസ് ധരിക്കാൻ പറയണം.
ഇതൊക്കെ കോണ്ടാക്റ്റിൽ കൂടെ വരുന്ന ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ പറ്റും. പിന്നെ അടുത്ത് നോക്കിയ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഈ പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്തതിന് മുന്നും ശേഷവും ഒക്കെ എന്ത് ചെയ്യണം? കൈകൾ നന്നായിട്ട് കഴുകുക. വാഷ് hands properly. Then limit patient's movement outside the room. ഈ പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് പുറത്തേക്ക് ഒന്നും പോകാതെ പരിമിതപ്പെടുത്തണം, ലിമിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കിട്ടും പോയിന്റ്സ് കേട്ടോ. ലിമിറ്റ് പേഷ്യൻസ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. അതായത് റൂമിന്റെ പുറത്ത് ഒക്കെ നമ്മളെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം, പരിമിതപ്പെടുത്തണം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. ഏതാണ്? ഏറ്റവും കൂടി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. ആന്റിമൈക്രോബിയൽ സർഫസ്. ആന്റിമൈക്രോബിയൽ സർഫസ്, അതായത് നമ്മുടെ ചില സർഫസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ റൂമിൽ കാണുന്ന സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടാമിനേറ്റഡ് ആവാം. അതുകൊണ്ടാണ് നമ്മൾ ആ സാനിറ്റൈസറൊക്കെ ചെയ്യുന്നത്, അല്ലെ? ടച്ച് സർഫസ്, നമ്മൾ തൊടുന്ന സർഫസുകൾ. ടച്ച് സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം. ഹോസ്പിറ്റൽ റൂമിൽ കാണുന്ന ടച്ച് സർഫസുകൾ ഏതൊക്കെയാ? ബെഡ് റെയില്, ബെഡിന്റെ കൈപ്പിടിയില്ലേ, നമ്മൾ കിടക്കുന്ന ബെഡിന്റെ പിടിയില്ലേ, രണ്ട് വശങ്ങളിലും ഒക്കെ ആയിട്ടുള്ള ബെഡ് റെയില്. കോൾ ബട്ടൺ, ഈ നേഴ്സിലേക്ക് വിളിക്കാൻ അവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ടല്ലോ, സ്വിച്ച് ഇല്ലേ, വിളിക്കാൻ ഓടിച്ചെന്ന് വിളിച്ചു പോകണ്ട, കോൾ ബട്ടൺ ഉണ്ട്. പിന്നെ ടച്ച് പ്ലേറ്റുകൾ ഉണ്ട്, ചെയർസ് ഉണ്ട്, ഡോറിന്റെ ഹാൻഡിലുണ്ട്, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് റെയിൽ. ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാ നമ്മള് ഈ സപ്പോർട്ടിന് വേണ്ടി ഇപ്പൊ നടക്കാൻ പറ്റാത്തവരൊക്കെ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ വെക്കില്ലേ, അതുപോലെ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നത് ഗ്രാബ് റെയിൽസ്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രാവീനസ് പോൾസ്, IV പോള്, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ് ഇല്ലേ, അത് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ്. പിന്നെ ഡിസ്പെൻസേഴ്സ്, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്, ഡ്രസ്സിംഗ് ട്രോളി, ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്പ്. ഇതെല്ലാം എന്താണ്? കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ടച്ച് സർഫസാ. ഒരു ഇൻഫെക്ഷൻ ഉള്ള ആള് വന്ന് സ്വിച്ച് ഇട്ടു, അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ പോയി സ്വിച്ച് ഇട്ടാ ആ ഒബ്ജക്റ്റിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാലോ, ആ സ്വിച്ചിൽ കൂടെ നമുക്ക് വരാം. ഇപ്പൊ ഡോറിന്റെ നോബ് അത് പിടിച്ചു, നമ്മൾ വേഗം ഓടിച്ചിരുന്നാണ്ട് ഡോറിന്റെ നോബ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ നോബിൽ കൂടെ, അതായത് ആ ഒരു ഒബ്ജക്റ്റിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഏരിയകൾ, ഇപ്പൊ ഹോസ്പിറ്റൽ റൂമിൽ കാണപ്പെടുന്ന ഈ ഏരിയകള് ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഹെൻസ് അതുകൊണ്ട് എന്ത് ചെയ്യണം? ടച്ച് സർഫസസ് ഇൻ ഹോസ്പിറ്റൽ റൂം ആൻഡ് റിസോഴ്സസ് ഓഫ് റിസർവയർ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു ഇൻഫെക്ഷൻ സോഴ്സ് അല്ലേ, ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. For the spread of bacteria from the hands of healthcare workers and visitors to patients. അപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ നമ്മൾ അതുപോലെ തന്നെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഏതാണ് ആ ബാക്ടീരിയ വരാനുള്ള, ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. For the spread of bacteria from the hands of healthcare workers and visitors to patients ലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയണേ? ഈ സർഫസുകളെല്ലാം, ടച്ച് സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. So keep the surfaces free of microorganisms. ഈ സർഫസ് എല്ലാം മൈക്രോഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഓക്കെ, ഏതെണ്ണാണ് നമ്മൾ പറഞ്ഞിട്ട് പ്രിവെന്റീവ് മെത്തേഡുകൾ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് അടുത്ത സെക്ഷൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ് നിങ്ങൾക്ക് പഠിക്കാണ്. പെട്ടെന്ന് വായിച്ചു നോക്കട്ടോ. ഏഴാമത്തെ ഒന്ന് കൂടി പറയണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാ പറയാട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ ആണോ? ബാക്കിയെല്ലാ പോയിന്റ്സും സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അഡീഷണൽ പ്രിക്കോഷൻസ്, ആന്റി മൈക്രോബിയൽ സർഫസ്. ഓക്കെ, ഞാൻ പറയാം.
നോക്കി ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലെ ഈ സർഫസ് ഒക്കെ മൈക്രോബ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇവിടെയൊക്കെ ജേംസ് ഉണ്ടാവാലോ. ജേംസ് അല്ല, മൈക്രോബ്സ്, സൂക്ഷ്മജീവികള്, ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്താക്കണം? ആന്റി മൈക്രോബിയൽ, ആന്റി എന്ന് പറഞ്ഞാൽ എതിരായിട്ട്, മൈക്രോബ്സിനെതിരായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്ന എന്തിനാ? ഇതൊക്കെ നമ്മളത് എന്താണ്, മൈക്രോബ്സ് ഫ്രീ ആയിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം. അതായത് ഒരു ഹോസ്പിറ്റൽ റൂമിൽ കാണുന്ന പ്രധാനപ്പെട്ട ടച്ച് സർഫസുകളാണ് ഇതെല്ലാം. ഏതൊക്കെ? ടച്ച്, നമുക്ക് ടച്ച് ചെയ്യാൻ ടച്ച് ചെയ്യുന്ന ആ സർഫസുകളാണ് ഇതൊക്കെ. ബെഡ് റെയില്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റുകള്, ചെയറുകള്, ഡോർ ഹാൻഡിൽ, ലൈറ്റിന്റെ സ്വിച്ച്, ഗ്രാബ് റെയിൽ. ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈപ്പിടി, എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന. പിന്നെ ഇൻട്രാവീനസ് പോൾ, IV പോൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ്, അത്. ഡിസ്പെൻസേഴ്സ്, അതായത് ആൽക്കഹോൾ, ജെല്ല്, പേപ്പർ, ടവൽ, സോപ്പ്, ഇതൊക്കെ ഡിസ്പെൻസേഴ്സ്. ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടറുകള്, ടേബിൾ ടോപ്പ്, ഇതെല്ലാം എന്താകാം? കണ്ടാമിനേറ്റഡ് ആകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സർഫസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഈ ടച്ച് സർഫസുകളെല്ലാം എന്താണ്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ റിസർവയേഴ്സ് ആണ്. ഇൻഫെക്ഷന്റെ സോഴ്സ് അല്ല അത്. അവിടേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ തന്നെ പറയണേ. മൈക്രോബ്സ് അവിടെ ഈ ഏരിയകളിലെല്ലാം ഉണ്ടാകാം. ഇതെല്ലാം ഇൻഫെക്ഷന്റെ ഹോസ്പിറ്റൽ റൂമിൽ കാണപ്പെടുന്ന. ഹെൻസ് ടച്ച് സർഫസസ് ഇൻ ഹോസ്പിറ്റൽ റൂം ക്യാൻ ആക്ട് ആസ് എ സോഴ്സ്. ഇതൊരു സോഴ്സ് ആണ് അല്ലെങ്കിൽ റിസർവെയർ ആണ്. എന്തിന്റെ സോഴ്സ്? മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് ആണ്. അത് ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. അപ്പോ നമുക്ക് പേഷ്യന്റിലേക്ക്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, വിസിറ്റേഴ്സിൽ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഈ സോഴ്സിൽ കൂടെ. മനസ്സിലായോ? ഇവിടെ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഫെക്ഷൻ അല്ലാതെ വരുന്ന പേഷ്യൻസ് ഇല്ലേ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലാതെ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന പേഷ്യൻസ് ഇല്ലേ? അവരെയാണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഈ രീതികളിലെല്ലാം ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കൈകളിൽ നിന്ന് വിസിറ്റേഴ്സിനും പേഷ്യൻസിനും ഒക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ സർഫസുകൾ എല്ലാരും മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കണം. എല്ലാ ടച്ച് സർഫസുകളും മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കണം. നമ്മൾ സാനിറ്റൈസർ വെച്ചിട്ട് ഇങ്ങനെ ടേബിളും ഫോണും ഇതൊക്കെ നമ്മൾ തുടയ്ക്കാറില്ലേ? അതെന്തിനാ? മൈക്രോബ്സ് ഫ്രീ ആക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. ഈ ടച്ച് സർഫസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ റിസർവയർ ആണ്. അപ്പൊ അവിടെ മൈക്രോബ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഈ ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ നിന്ന് പേഷ്യൻസിലേക്കോ വിസിറ്റേഴ്സിലേക്കോ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ക്ലിയർ ആണോ നോക്കിയേ? പിന്നെ ഇതാ കിട്ടിയോ? ഓക്കെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ പേര് അറിയാലോ. എന്താണ്? ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള കമ്മിറ്റികൾ. അതിനെ നിയന്ത്രിക്കട്ടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. പേരിൽ നിന്ന് തന്നെ അറിയാം, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റി.
Infection component of the patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control, its monitoring, reporting, research and education. അതായത് ഇവിടെ പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഒരു നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അവിടെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റ് സേഫ്റ്റി ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ സുരക്ഷ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനും അതിന്റെ റിപ്പോർട്ടിംഗ്, റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നിവ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ലീബൽ എന്ന് പറഞ്ഞ ബാധ്യതയുണ്ട്, അതിനുള്ള കടമയുണ്ട്. എന്താ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താ? പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തണം. അതാണ് പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും പിന്നെ അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് നമുക്ക് ഒരു കമ്മിറ്റി ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അതിന് കടമയുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം പേഷ്യൻസിന്റെ സേഫ്റ്റി അത് ഉറപ്പുവരുത്തിക്കൊണ്ട്. പേരിൽ തന്നെ അറിയാമല്ലോ. അതിനകത്ത് ഉള്ളവരാരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരൊക്കെ? ചെയർപേഴ്സൺ ഉണ്ട്. അപ്പൊ നോക്കണം കേട്ടോ, ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തേക്കണേ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻവോൾവ് ചെയ്തേക്കണ ആരൊക്കെയാണ്? ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ട്, സപ്പോർട്ട് സർവീസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ട്. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ആരുടെ പേര് മാത്രം നോക്കാം കേട്ടോ. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? ഇൻഫെക്ഷൻ കമ്മിറ്റിയിൽ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് സർവീസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഇവരെല്ലാവരും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് കേട്ടോ. ഓക്കെ ആണോ? നോക്കി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇന്ന് അടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പോണില്ലേ നിങ്ങള്? ഓക്കെ, എളുപ്പമുള്ളതാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഈ ചാപ്റ്റേഴ്സ് ഒക്കെ. ഇനി നമുക്ക് എല്ലാവരുടെയും ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയില്ലേ പിള്ളേരെ? എല്ലാ ടീച്ചേഴ്സിന്റെ കംപ്ലീറ്റ് ആയില്ല? ഞാൻ നിങ്ങളോടാണോ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത്? ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ ഏത് ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനുള്ളത്? ലാസ്റ്റ് ചാപ്റ്റർ വെന്റിലേറ്റർ ആണോ? 13ാമത്തെ ചാപ്റ്റർ വെന്റിലേറ്റർ ആണോ അല്ലേ? ഓക്കെ, വെന്റിലേറ്റർ ആണ്. അത് ഏത് മിസ്സാ എടുക്കാന്ന് പറഞ്ഞു ആരെങ്കിലും? അല്ലെങ്കിൽ പറഞ്ഞായിരുന്നോ ഇനിയിപ്പോ വെന്റിലേറ്റർ ആണ് എടുക്കാനുള്ളതെങ്ങാനും? മിസ്റോസ് മിസ്സാണ്. ഓക്കെ, ഓക്കെ, വെന്റിലേറ്റർ കൂടി ഉണ്ടല്ലേ? പിന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെയും ആ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടേം എക്സാം ഉണ്ടാവും കേട്ടോ. ടേം 1 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നേക്കുന്ന മൊഡ്യൂളിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഇല്ലേ, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണം കേട്ടോ. ആ സമയമായിട്ടില്ല. അപ്പൊ സെക്കൻഡ് മൊഡ്യൂൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എക്സാം ഒക്കെ വന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം. ഞാനത് മുൻകൂട്ടി പറഞ്ഞു എന്ന് വെച്ച് വേറൊന്നല്ല, നിങ്ങളതൊന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ. അതായത് ഫസ്റ്റ് സെക്കൻഡ് കഴിയുമ്പോൾ എക്സാം നമുക്ക് വന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇന്നും എടുക്കുന്നത് മുതൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ
കറക്റ്റ് ചെയ്ത് ഒന്ന് പോകണം കേട്ടോ. അപ്പൊ എക്സാമിന് പ്രത്യേകിച്ച് ഇനി അത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് എടുക്കുന്നത് മുതൽ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും വരുന്നത് സ്റ്റഡി ഗൈഡ് പറ്റിയാണ്. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയോ. അപ്പൊ എവിടെ പറയുന്നത് എന്താ വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും മിക്കവാറും മോഡ്യൂൾ എക്സാംസ് ഒക്കെ വരുന്നത്. പിന്നെ മെയിൻ എക്സാം ആണ് ഗൈഡിനെ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ്. ഇനിയിപ്പോ നമുക്ക് മോക്ക് ടെസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഗൈഡിൽ ഉണ്ടാക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ സമയം അനുസരിച്ച് നിങ്ങൾ ചെയ്തോ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.